الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله سبحانه وتعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് തന്നെ അനുസരണയോടുകൂടി നല്ല ആളുകളായി, നല്ല മനുഷ്യരായി ജീവിക്കണമെന്ന് ഞാൻ എൻ്റെ ശരീരത്തോടും നിങ്ങളെല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും അബൂ മൂസ റളിയല്ലാഹു അൻഹു അവർ ഉദ്ധരിച്ച ഒരു ഹദീസ് ഇന്ന് സുബഹി നമസ്കാരത്തിന് ശേഷം നമ്മൾ ഓതിക്കേട്ടു. وعن أبي موسى رضي الله عنه أن رسول الله صلى الله عليه وسلم قال: المؤمن للمؤمن كالبنيان يشد بعضهم بعضا وشبك بين أصابعه. അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പ്രകാരം അരുൾ ചെയ്തു: വിശ്വാസികൾ പരസ്പരം ഒരു കെട്ടിടത്തെ പോലെയാണ്. യശുദ്ധ ബഅ്ദുഹും ബഅ്ദ. കെട്ടിട നിർമ്മാണത്തെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ചിലതിനെ ശക്തിപ്പെടുത്തും. എല്ലാവരും ഒന്നിച്ചു നിൽക്കുമ്പോൾ, ചേർന്ന് നിൽക്കുമ്പോൾ, പരസ്പരം ബാലൻസ് കീപ്പ് ചെയ്യുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങി നിൽക്കുമ്പോഴാണ് ഒരു കെട്ടിടം ഭദ്രമായ നിലയിൽ നിർത്തപ്പെടുക. ഏതെങ്കിലും ഒരു ഭാഗം ഒറ്റപ്പെട്ടാൽ, അകന്നു നിന്നാൽ, വിള്ളലുണ്ടായാൽ, സഹകരിക്കാതിരുന്നാൽ ആ കെട്ടിടത്തെ സംബന്ധിച്ച് നമ്മൾ ദുർബലമെന്ന് വിധി എഴുതും. അത് ഭയപ്പെടേണ്ട അവസ്ഥയിലായി മാറുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ വാക്യത്തിൽ വിശ്വാസികളായ നമ്മളെ പരസ്പരമുള്ള ഇണക്കത്തെ സംബന്ധിച്ചിട്ടും യോജിപ്പിനെ സംബന്ധിച്ചിട്ടും എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നടത്തേണ്ട സഹായ സഹകരണത്തെ സംബന്ധിച്ചിട്ടുമാണ് ഈ വചനം നമുക്ക് ഉപദേശം നൽകുന്നത്. വശബ്ബക ബൈന അസാബിഇഹി. അതിനുശേഷം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവിരലുകൾ പരസ്പരം കോർത്ത് കാണിച്ചു. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങൾ പരസ്പരം ഒരുമിക്കേണ്ടത്. ഇങ്ങനെയാണ് പരസ്പരം സഹകരിക്കേണ്ടത്, ഒത്തുനിൽക്കേണ്ടത്. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വലിയവരുണ്ടാകാം, ചെറിയവരുണ്ടാകാം. എല്ലാ കല്ലുകളും വലുതായാൽ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുകയില്ല. എല്ലാ കല്ലുകളും ചെറുതായാലും ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുകയില്ല. ചിലതിനെ ശക്തിപ്പെടുത്തണം. അങ്ങനെ ശക്തിപ്പെടുത്താനാണ് അല്ലാഹു തആല ചിലതിന് ശക്തി നൽകിയത്. وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين. ഖുർആനിൽ അല്ലാഹു മനുഷ്യർക്കിടയിൽ അവർ വെച്ചു പുലർത്തുന്ന ചില മോശമായ ജീവിത രീതിയെ പരാമർശിച്ചപ്പോൾ ചില ആളുകളോട് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നൽകണമേ എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും കൊടുക്കണേ എന്ന് പറഞ്ഞാൽ, സഹായിക്കണേ എന്ന് പറഞ്ഞാൽ, അതെന്തിനാ നമ്മൾ സഹായിക്കുന്നത്? അതെന്തിനാ നമ്മൾ സഹായിക്കേണ്ട ആവശ്യം? അള്ളാഹു അവരെ സഹായിച്ചോളൂലേ, അള്ളാഹു അവർക്ക് കൊടുത്തോളൂലേ, പിന്നെ ഞാൻ എന്തിനാണ് അള്ളാഹുവിന്റെ പണിയിൽ കൈയിടുന്നത് എന്ന് പരിഹാസത്തോടുകൂടി അവർ പറയും. അവരൊഴിഞ്ഞു മാറാൻ വേണ്ടി പറയുന്നതാണ്. ഖുർആൻ പറയും, അവരൊഴിഞ്ഞു മാറാൻ വേണ്ടി പറയുന്നതാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുകയും നന്നാക്കുകയും ഒക്കെ ചെയ്യാൻ കഴിവുള്ളവനാണ്.
അള്ളാഹു അവനാണ് ഈ മനുഷ്യരൊക്കെ സൃഷ്ടിച്ചത്, അവനാണ് ഈ മനുഷ്യർക്കൊക്കെ എല്ലാം നൽകിയത്. നമുക്കാർക്കും ഏത് നിലയിൽ പണിയെടുത്ത് ഉണ്ടാക്കിയാലും ഒരാൾക്കും കൊടുക്കാൻ കഴിയാത്ത അവയവങ്ങളൊക്കെ അള്ളാഹുവാണ് നമുക്ക് തന്നത്. ആ അള്ളാഹുവിന് അവന്റെ ദാരിദ്ര്യത്തെ പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അവന്റെ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും അവനെ സഹായിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അള്ളാഹുവിന് സാധിക്കുക തന്നെ ചെയ്യും. പക്ഷെ അള്ളാഹു മനുഷ്യർക്കിടയിൽ വെച്ചിരിക്കുന്ന പരസ്പര ബന്ധത്തെ ഒരുതരം സഹായ സഹകരണങ്ങളിലൂടെ ഊഷ്മളമായ നിലയിൽ ഊട്ടിയുറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു സംവിധാനം അള്ളാഹു ചെയ്തു വെച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ അള്ളാഹു ആർക്കും രോഗം കൊടുക്കാതിരുന്നാൽ മതി, അതല്ലെങ്കിൽ അള്ളാഹു ആർക്കും ഒരു ദുരിതവും സമ്മാനിക്കാതിരുന്നാൽ മതി. അതിനൊക്കെ അള്ളാഹു കഴിവുള്ളവനാണ്. പക്ഷെ മനുഷ്യരുടെ ഇടയിൽ അള്ളാഹു അങ്ങനത്തെ ഒരു ബന്ധമാണ് വെച്ചിരിക്കുന്നത്. മക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ മനസ്സ് അത് അള്ളാഹു സൃഷ്ടിച്ചതാണ്. മക്കൾക്ക് വേണ്ടി ഉറക്കമൊഴിയുമ്പോൾ ക്ഷീണം ബാധിക്കാതിരിക്കുന്ന മനസ്സ് അമ്മയ്ക്ക് നൽകിയത്, ഉമ്മക്ക് നൽകിയത് അള്ളാഹുവാണ്. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് എന്നെ പോറ്റി വളർത്തിയ ഉമ്മയെ കുറിച്ചിട്ട് തിരിച്ചറിവുണ്ടാകുമ്പോൾ തിരിച്ചങ്ങോട്ട് അവരോട് ആദരവ് പ്രകടിപ്പിക്കുന്നത് മക്കൾക്ക് പടച്ചവൻ നൽകിയ മനസ്സിന്റെ അടിസ്ഥാനത്തിൽ. മുകളിൽ നിന്നും താഴോട്ട് വരുമ്പോൾ വാത്സല്യമായി സ്നേഹമായി ഭവിക്കുകയും താഴെ നിന്ന് മേലോട്ട് പോകുമ്പോൾ ആദരവായി അനുസരണയായി മാറുകയും ചെയ്യുന്ന ഒരു രീതി പ്രകൃതിയിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുക. അത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്, അള്ളാഹുവിന്റെ സംവിധാനമാണ്. അത് നിലനിൽക്കണം. അത് നമുക്കിടയിൽ എല്ലാ ഇടങ്ങളിലും എല്ലാ രംഗത്തും എല്ലാ തലത്തിലും എല്ലാ തരക്കാർക്കിടയിലും നിലനിൽക്കണം. ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ആദരവ് കാണിക്കണം, അനുസരണ കാണിക്കണം, അവരെ സേവിക്കേണ്ടിടത്ത് സേവിക്കണം, അനുസരിക്കേണ്ടിടത്ത് അനുസരിക്കണം. ഞാൻ എൻ്റെ മക്കളോട് അപ്രകാരം തന്നെ സ്നേഹവും മുഹബ്ബത്തും വാത്സല്യവും കാണിക്കണം. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് കാണിക്കണം, അയൽവാസികളോട് കാണിക്കണം. വഇദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീല ലാ തഅബുദൂന ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. ഖുർആനിൽ അല്ലാഹു ആവർത്തിച്ച് പറയുന്ന ഒരു വലിയ സത്യമാണിത്, ഒരു സന്ദേശമാണ്. നമുക്കിടയിലുള്ള ബന്ധത്തെ അതാതിന്റെ രൂപത്തിലും തരത്തിലും നിലവാരത്തിലും നന്നായി നിലനിർത്തുക എന്ന് പറയുന്ന ഒരു കൽപ്പന അള്ളാഹു നമുക്ക് നൽകിയതാണ്. എപ്രകാരം നമ്മളോട് അള്ളാഹു തൗഹീദിനെ കുറിച്ചിട്ട് പറയുന്നു, എപ്രകാരം അള്ളാഹു നമ്മളോട് നിസ്കാരാദി ഇബാദത്തുകളെ സംബന്ധിച്ച് പറയുന്നു, ആ അമലുകളിലും തൗഹീദിലും മറ്റുമൊക്കെ അഖീദയിലുമൊക്കെ നമ്മൾ പുലർത്തേണ്ട നിഷ്ഠയെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പെരുമാറ്റങ്ങൾ, ഇടപാടുകൾ, പരസ്പരമുള്ള സഹകരണ രംഗത്തും നമ്മൾ നന്നായി പാലിക്കണമെന്ന് ശ്രദ്ധിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة. ആദ്യത്തെ കൽപ്പന എന്ന നിലയിൽ അള്ളാഹു അവനെ തഖ്വ ചെയ്യണമെന്ന്, അവനെ അനുസരിക്കണമെന്ന്, അവന്റെ നിയമങ്ങൾ പാലിക്കണമെന്ന് മനുഷ്യരോട് ഉപദേശിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ചേർത്തിട്ട് അള്ളാഹു പറയുന്നത് നമുക്കിടയിലുള്ള ബന്ധത്തെ, പ്രത്യേകിച്ച് കുടുംബ ബന്ധത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണേ എന്നാണ്. എപ്രകാരം തഖ്വ ചെയ്യണമെന്ന് അള്ളാഹു പറയുന്നോ അപ്രകാരം തന്നെ നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. മനുഷ്യർക്കിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അപ്രകാരമാണ് ഒരു ബന്ധത്തെ അള്ളാഹു നിലനിർത്തിയിരിക്കുന്നത്. പണ്ട് ഞങ്ങളൊക്കെ പഠിച്ച കിതാബിന്റെ വരികളിൽ വായിച്ചത് ഓർമ്മയുണ്ട്. ലാ യസ്തദീദു ഹാദർ റഗീഫു ഹത്താ തുളഉ ബൈന യദൈക്. നീ ഇന്ന് പത്തിരിയുടെ രൂപത്തിൽ, കുബൂസിന്റെ രൂപത്തിൽ, ചപ്പാത്തിയുടെ രൂപത്തിൽ ഒരു സാധനം ആർത്തിയോടുകൂടി ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ വെക്കുന്നില്ലേ? നീ ഒരു കാര്യം ഓർക്കണം, ഇതിങ്ങനെ വൃത്താകൃതിയിൽ പൂണ്ടത് എന്ന് പറഞ്ഞാൽ ഇതിന് വട്ടം കിട്ടിയത്, ഇത് വൃത്താകൃതിയിലായത് ഇതിന്റെ പിന്നിൽ 360 ആളുകൾ പണിയെടുത്തതിന് ശേഷമാണെന്ന് നീ ഓർക്കണം. ആഖിറുഹും ഖുബ്ബാസ, അതിൽ അവസാനത്തെ ആളാണ് പത്തിരി ഉണ്ടാക്കിയ ആള്. നമ്മൾ പത്തിരി ഉണ്ടാക്കിയ ആളെ മാത്രമേ കാണുന്നുള്ളൂ, അതിനെ പരത്തി റൗണ്ടാക്കിയ ആളെ മാത്രമേ കാണുന്നുള്ളൂ. അതിനെ റൗണ്ടാക്കി പരത്തി വേവിച്ച് രുചിയുള്ള ഭക്ഷണമാക്കി നിന്റെ തളികയിൽ വിളമ്പി വെച്ചിട്ട് ആർത്തിയോടെ നീ അത് തിന്നാനായി കൈ നീട്ടുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇതിന്റെ പിന്നിൽ 360 ആളുകൾ പണിയെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 360 എന്ന് പറഞ്ഞാൽ കൃത്യമായ കണക്കല്ല പറയുന്നത്.
എണ്ണിയാലൊടുങ്ങാത്ത ആളുകളുടെ കഠിനമായ പ്രയത്നത്തിന്റെ അനന്തരഫലമായ നിലയിലാണ് ഒരു പത്തിരി നിന്റെ മുമ്പിൽ തിന്നാനായി നിനക്ക് കിട്ടുന്നത് എന്ന് നിനക്ക് ഓർമ്മ വേണം. ഇവരെല്ലാവരും സഹകരിച്ചില്ലെങ്കിൽ നിനക്ക് സുഖമായി ഭക്ഷിക്കാൻ കഴിയില്ല, നിനക്ക് രുചികരമായ നിലയിൽ ഭുജിക്കാൻ കഴിയില്ല. ഈ ആളുകളുടെ അധ്വാനം നിനക്ക് വേണ്ടിയിട്ട് ഇതിന്റെ പിന്നിലൊക്കെ ചെലുത്തപ്പെട്ടിട്ടുണ്ട്. അന്നാസു ലിന്നാസി ഫീ ബദവിൻ വഹാദിറത്തിൻ. ജനങ്ങൾ ഓരോ ജനങ്ങൾക്കും സഹായികളാണ്, ഓരോ ജനങ്ങൾക്കും പരസ്പരം സഹായികളാണ്. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, എനിക്ക് ഒരുത്തന്റെ സഹായം ആവശ്യമില്ല, എനിക്ക് ഒറ്റക്കാലിൽ നിൽക്കാൻ കഴിയും, എനിക്ക് നട്ടലോടുകൂടി തലയുയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റും, എനിക്ക് ആരുടെയും ഓശാരവും ഒന്നും ആവശ്യമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ വെറും പറച്ചിലാണ്. നീ നിന്റെ ഒറ്റപ്പെട്ട ഗ്രാമപ്രദേശങ്ങളിലെ ജീവിത കാര്യങ്ങളിലായിരുന്നാലും, അല്ലെങ്കിൽ ഇന്ന് വികസിച്ചു അഭിവൃദ്ധിപ്പെട്ടു എന്നൊക്കെ പറയുന്ന നാഗരികതയുടെ ഉത്തുംഗതയിൽ നിൽക്കുന്ന അങ്ങനത്തെ ഒരു കാലത്തെ സാഹചര്യത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും, എങ്ങനെയാണെങ്കിലും ശരി, നിന്നെ ഈ കോലത്തിലൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നിനക്കായി നിന്നെ പോലത്തെ കുറെ പച്ച ജീവനുള്ള മനുഷ്യന്മാർ കഠിനപ്രയത്നം ചെയ്യുന്നുണ്ട്. ചില ആളുകൾ നിനക്ക് വേണ്ടിയിട്ട് കഠിനപ്രയത്നം ചെയ്യുന്നുണ്ട്. പക്ഷേ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഖിദ്മത്തുകൾ, ഈ അധ്വാനങ്ങൾ, പരിശ്രമങ്ങൾ നീ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നീ അതൊന്നും അറിയുന്നില്ല. നീ ഇതൊന്നും അറിയാതെ നിനക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ, അള്ളാഹുവിന്റെ നിഅമത്തുകളെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യർക്കിടയിൽ പരസ്പരം അങ്ങനെ ഒരു സഹകരണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതാണ്. അതുകൊണ്ടാണ് ലൈസൽ ബിർറ അൻ തുവല്ലു വജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بأحدهم إذا عاهدوا ليس البر أن تولوا وجوهكم قبل المشرق والمغرب. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നിന്റെ മുഖത്തെ തിരിച്ചു നിർത്തുകയാണ് പുണ്യം എന്ന് നീ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടേ ശീലിച്ചിട്ടുള്ള ചില പുണ്യകർമ്മങ്ങളുടെ, അമലുകളുടെ, ആചാരങ്ങളുടെ, അനുഷ്ഠാനങ്ങളുടെ ആ വൃത്തത്തിൽ മാത്രം നിന്നുകൊണ്ട് എല്ലാമായി എന്ന് തെറ്റിദ്ധരിക്കരുത്. ലൈസൽ ബിർറ അൻ തുവല്ലു വജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. നിങ്ങളുടെ നിസ്കാരവും അതിന്റെ തഴമ്പുമല്ല, നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമല്ല, ആ രംഗത്തുള്ള നിങ്ങളുടെ നിർബന്ധ ബുദ്ധിയും തീവ്രതയുമല്ല. അതിന്റെ അപ്പുറത്തേക്ക് മനുഷ്യത്വത്തിന്റെ ഒരുപാട് വാതിലുകൾ തുറന്നു വെച്ചാൽ മാത്രമേ ഉള്ളൂ നിനക്ക് പുണ്യം കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبي. അടിസ്ഥാനപരമായി തൗഹീദ് വേണം, ഈമാൻ വേണം. അത് വളരെ പ്രധാനമാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷേ അവിടെ തന്നെ നിന്ന് കളയരുത്. അവിടെ തന്നെ നിന്നാൽ നീ വിജയം വരിക്കുകയില്ല. അവിടെ തന്നെ നിന്ന് കളയരുത്. അതിന്റെ അപ്പുറത്തേക്ക് നിനക്ക് ഒരുപാട് പുണ്യങ്ങളുടെ കവാടങ്ങൾ പടച്ചവൻ നിന്റെ മുമ്പിൽ നിരത്തി തന്നിട്ടുണ്ട്. അതൊക്കെ തുറക്കുകയും അതിലൊക്കെ കടക്കുകയും ചെയ്യണം. അപ്പോഴാണ് വലകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാ വൽ യതാമ വൽ മസാകീൻ. നിന്റെ നിസ്കാരത്തിൽ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ആളുകളെ കുറിച്ചിട്ട് നിനക്ക് ഓർമ്മ വേണം. നമ്മൾ സാധാരണഗതിയിൽ നിസ്കരിക്കുന്നതിന് മുമ്പ് പരസ്പരം ചേർന്ന് നിൽക്കണേ എന്ന് പറയാറുണ്ട്, തോളോട് ചേർത്ത് വെക്കണേ എന്ന് പറയാറുണ്ട്, ഇടയിൽ സ്ഥലം വിടരുതേ എന്ന് പറയാറുണ്ട്. ഇതെന്തിനാ പറയുന്നത് പ്രിയപ്പെട്ടവരെ? നമുക്ക് നമ്മളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരുമായുള്ള ബന്ധത്തിൽ ഒരു വിള്ളലും ഉണ്ടാകരുത്, ഒരു വിടവും ഉണ്ടാകരുത്, ഒരു അകൽച്ചയും ഉണ്ടാകരുത്. നമ്മുടെ തോളും ഒന്നിച്ചു നിർത്തുമ്പോഴാണ് മനസ്സും തമ്മിൽ ഒരുമിക്കുക. അങ്ങനെ മനസ്സും തമ്മിൽ ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ ജീവിത രീതി പരിശീലിപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. നമ്മൾ സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തും വലത്തും മുഖം തിരിച്ചുകൊണ്ട് പറയും. എന്നോടൊപ്പം എന്റെ ഈ മുസല്ലയിൽ, പള്ളിയിൽ, ഈ സഫിൽ നിസ്കരിക്കാൻ വേണ്ടി നിന്ന സഹോദരൻ, അവൻ ആരാന്ന് എനിക്ക് അറിയണമെന്നൊന്നുമില്ല. അവൻ ആരാണെന്ന് എനിക്കറിയാം. അവൻ എന്റെ അയൽവാസിയാകാം, ബന്ധുവാകാം, ഇനി അയൽവാസമോ ബന്ധമോ ഒന്നുമില്ലാത്ത ഒരു അന്യനാകാം.
ചിലപ്പോൾ എന്റെ നാട്ടുകാരൻ പോലും ആയിക്കൊള്ളണമെന്നില്ല, എന്റെ ഭാഷക്കാരനായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവൻ മനുഷ്യനാണ്. ആ മനുഷ്യനോടൊക്കെ നീ ആരാ, എവിടുന്ന എന്നൊന്നും ചോദിക്കാതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയാൻ പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് മുസ്ലിംകൾ. അസ്സലാമു അലൈക്കും, നിനക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, നിനക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, നിന്നിൽ അള്ളാഹുവിന്റെ രക്ഷ ഭവിക്കണമെന്ന് ആത്മാർത്ഥമായി ഞാൻ ആശിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. എന്നിൽ നിന്നും നിനക്കൊരു ഉപദ്രവം ഉണ്ടാവൂല, നിനക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് പറയുന്ന ഒരു മനുഷ്യന്റെ ഉള്ളു മന്ത്രിക്കേണ്ടത് എന്താ? നിനക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകണം എന്ന് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു. ഒരിക്കലും എന്നെ കൊണ്ട് നിനക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല, ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. നിനക്ക് എപ്പോഴും എന്നെ കുറിച്ചിട്ട് സമാധാനിക്കാം, നിർഭയത്വത്തോടു കൂടി ജീവിക്കാം. നീ എന്റെ സഹോദരനാണ്, നീ എന്റെ സഹോദരനാണ്. പ്രിയപ്പെട്ടവരെ, ഇത് സലാം വീട്ടുന്നത് വരെയുള്ള നമ്മളുടെ അമലുകളിൽ മാത്രം പ്രകടമായ പോരാ. സലാം വീട്ടിയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സഹോദരൻ, ഖുർആന്റെ വിശുദ്ധ വാക്യത്തിലെ പലയിടങ്ങളിലും അള്ളാഹു, പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറയുടെ വചനങ്ങളിലൊക്കെ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ, അവനിൽ ചിലപ്പോൾ നമ്മുടെ കുടുംബ ബന്ധക്കാരനുണ്ടാകും, ചിലപ്പോൾ അയൽവാസി ഉണ്ടാവും. ദിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ വബ്നിസ് സബീൽ, അതൊക്കെ എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു പറയുന്നത്. യതീമുകൾ ഉണ്ടാകും, അനാഥരുണ്ടാകും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നാട്ടിൽ നോക്കാനും കാണാനും ഒന്നുമില്ലാത്ത, വിലാസവും അഡ്രസ്സും വലിയ വീടും കുടിയും ഒന്നുമില്ലാത്ത പാവങ്ങൾ ഉണ്ടാകും. വബ്നിസ് സബീൽ, ചിലപ്പം നിങ്ങളുടെ നാട്ടുകാരൻ പോലും അല്ലാത്ത, ഏതാണ് നാടെന്ന് തിരിച്ചറിയാത്ത സാധു ഉണ്ടാകും. അവരോടൊക്കെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും ഒരു മുഹബ്ബത്ത് വരും, ഒരു സ്നേഹം വരും, ഒരു മമത വരും. ഞാൻ പട്ടിണി കിടക്കും, ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അത്തരക്കാരായ ആളുകൾക്കൊക്കെ ഭക്ഷണം കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് അന്വേഷിക്കും. അത് മുസ്ലിമിന്റെ മനസ്സാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നതിന് മുമ്പ് ഇറങ്ങി നടക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു അഗതി, ഏതെങ്കിലും ഒരു വഴിയാത്രക്കാരൻ, ആരെങ്കിലും ഒരാളെ ഒപ്പം കൂട്ടിയിരുത്തിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുമായിരുന്നില്ല എന്നാണ്. ഭക്ഷണം, അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിയുടെ നാമം ഇന്നും ലോകത്ത് ഇത്രയേറെ പുകഴ്ത്തപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം എന്ന് പറയുന്നത്, പരസ്പര സ്നേഹം എന്ന് പറയുന്നത്, സഹകരണം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അതിന് അതിരുകളൊന്നുമില്ല, അതിന് നിബന്ധനകളൊന്നുമില്ല, അതിന് പ്രത്യേകിച്ച് പരിചയമോ ബന്ധമോ ഒന്നും വേണമെന്നില്ല. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു മുഹബ്ബത്ത്, ഒരു സ്നേഹം, മമത, വാത്സല്യം, അത് എല്ലാവരിലേക്കും ഇങ്ങനെ വടിഞ്ഞൊഴുകുകയാണ്. അതിന്റെ പ്രിയപ്പെട്ടവരെ, നാട് പ്രത്യേകത അല്ലെങ്കിൽ നാടിൻ്റെതായ പ്രത്യേകത അങ്ങനൊന്നുമില്ല. ഞാൻ ഇത്രയൊക്കെ ആവേശത്തോടുകൂടി വികാരപരമായി വിഷയം പറയാനുണ്ടായ കാരണം, ഒരു സഹോദരൻ, ഖതീബായ ഒരു സഹോദരൻ എന്ന് പറയാൻ ഖുത്ബ ഓതേണ്ട സഹോദരൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട്, നാളെ ഖുത്ബക്ക് എന്താ പറയേണ്ടതെന്ന് കുറച്ച് പോയിന്റ് ഒക്കെ പറഞ്ഞുതരാമോ എന്ന് ചോദിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ മടിയനായിരിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വയനാടെല്ലാം കഴിഞ്ഞോ, വയനാടിന്റെ കാര്യമൊക്കെ പറഞ്ഞു, വയനാടൊക്കെ പറയണ്ടേ, അവരെയൊക്കെ സഹായിക്കണ്ടേ, അവർക്കൊണ്ട് നമ്മൾ ദ്വാരക്കണ്ടേ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, 2-3 ആഴ്ച ഞാൻ അത് തന്നെ പറഞ്ഞു, ഇനി പറഞ്ഞ നാട്ടുകാരെന്നെ തല്ലി കൊല്ലൂലേക്കുന്നു. ഞാൻ വല്ലാതെ, അദ്ദേഹത്തിന്റെ ചോദ്യവും മറുപടി ഒരു ഭാഗത്ത്, പക്ഷെ എന്റെ മനസ്സിൽ അത് വല്ലാതെ ഫിക്രായി. ഇനി അത് പറഞ്ഞാൽ നാട്ടുകാരെന്നെ തല്ലി കൊല്ലൂലേ? പ്രിയപ്പെട്ടവരെ, പറയുന്നവരുടെ പറച്ചിലിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കൂ. നമ്മൾ പറയുന്നത് കേൾക്കാനിരിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. എല്ലാം നഷ്ടപ്പെട്ട്, വീടും കൂടും ഊരും ചൂരും എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം വഴിയാധാരമായി പോയ 10,000-കണക്കിന് ആളുകൾ ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഇപ്രകാരമുണ്ട്. നമ്മുടെ നാട്ടിലായതുകൊണ്ടാണ് വയനാടിനെ കുറിച്ചിട്ട് നമുക്ക് ഇത്രയെങ്കിലും ആവേശത്തോടെ പറയാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മളെപ്പോലത്തെ മനുഷ്യ കുഞ്ഞുങ്ങൾ, മറ്റു ആളുകൾ പറയുന്നത് പോലെ ജാതിയും മതവും ഒന്നും നോക്കിയിട്ട് എന്തെങ്കിലും വൃത്തികെട്ട വാക്ക് പറയാൻ ഒരു മുസ്ലിമിന് സാധിക്കൂല. മനുഷ്യ കുഞ്ഞുങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവര് വാപ്പയായിരുന്നു, ഉമ്മയായിരുന്നു, സന്താനങ്ങളായിരുന്നു, മക്കളായിരുന്നു, മരുമക്കളായിരുന്നു. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവര് പല സ്വപ്നങ്ങളോടുകൂടിയാണ് കിടന്നത്. നേരം വെളുത്തെഴുന്നേറ്റപ്പോൾ അവരെ കുറിച്ചിട്ട് നമ്മൾ സ്വപ്നത്തിൽ ഇങ്ങനെ കാണാൻ ആശിക്കുകയാണ്, ശ്രമിക്കുകയാണ്. ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഈ ഭൂമിയിൽ നിന്നും എടുത്തെറിയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അതുവരെയും അവർ വെച്ചു പുലർത്തിയിരുന്ന അവരുടെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളൊക്കെ ഒലിച്ചുപോയി, തകർന്ന് തരിപ്പണമായി പോയി. നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തെ കുറിച്ചിട്ട് 2 ആഴ്ച പ്രസംഗിച്ച് അവസാനിപ്പിക്കേണ്ടതാണോ? പ്രിയപ്പെട്ടവരെ, അവരിൽ ഓരോ സഹോദരനും ഓരോ സഹോദരിയും നഷ്ടപ്പെട്ടു പോയ ആളുകളെ കുറിച്ചിട്ട് ഇപ്പോഴും പറയുമ്പോഴും കേൾക്കുമ്പോഴും വിങ്ങിപ്പൊട്ടുകയാണ്, പൊട്ടിക്കരയാണ്. നഷ്ടപ്പെട്ടവരുടെ നഷ്ടം നികത്താൻ ഒരിക്കലും സാധിക്കൂലല്ലോ.
അവരോടൊപ്പം നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ബാധ്യത വളരെ വലുതാണ്. നമ്മുടെ 2-3 ആഴ്ചയിലെ പ്രസംഗം കൊണ്ട് നമ്മുടെ ബാധ്യത തീരുന്നില്ല, നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മാനിച്ചിരിക്കുന്ന ഒരു മനസ്സുണ്ട്. നമ്മളിപ്പോ ഫലസ്തീനിനെ കുറിച്ച് പറയുന്നില്ലേ? ഫലസ്തീനുകളായ സഹോദരങ്ങളെ കുറിച്ചിട്ട് ഏതെങ്കിലും മിമ്പറുകളിൽ പ്രസംഗത്തിൽ നമ്മളിപ്പോ കേൾക്കാറുണ്ടോ? ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നമ്മുടെ വയനാട്ടിൽ ഒലിച്ചുപോയ ജീവനുകളും ഓരോ ദിവസവും ഫലസ്തീനിൽ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എരിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്ന ജീവനുകളും എണ്ണി നോക്കാൻ ശ്രമിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും അതുപോലെ ജീവഹാനി സംഭവിക്കുകയാണ് ഈ സമുദായത്തിന്റെ സന്തതികൾക്ക്. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ കത്തി അമരുകയാണ്. നിഷ്കളങ്കരായ സ്ത്രീ സഹോദരിമാര് അവര് ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വീടുകൾക്ക് മീതെ ബോംബ് വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രകൃതി ദുരന്തത്തിന് വിധേയരാക്കപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിച്ച വേദനകൾ നേർക്കുനേരെ നമ്മൾ കണ്ടപ്പോൾ മനുഷ്യന്റെ കരങ്ങൾ പൈശാചികമായ നിലയിൽ അതിരുകവിഞ്ഞ പ്രവർത്തനങ്ങൾക്ക് നിർബന്ധിതമാകുമ്പോൾ അവർ വർഷിക്കുന്ന ബോംബുകൾക്ക് മുമ്പിൽ എരിഞ്ഞമരുന്ന എത്ര ജീവനുകളാ. കുറച്ചു കാലം നമ്മൾ നമ്മുടെ പ്രസംഗങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞു, കുറച്ചു കാലം നമ്മളുടെ കുനൂത്തുകളിൽ അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ സ്വമേധയാ അതങ്ങനെ മറന്നുപോയി. അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നും അവർക്ക് വേദനയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ദിവസം ഒരു കല്യാണ ആവശ്യവുമായി ബന്ധപ്പെട്ട ഒരു സഹോദരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം നടത്തുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് വളരെ സ്വാധീനമുള്ള വ്യക്തിയായതുകൊണ്ട് രഹസ്യമായി ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഒരു വിഷയത്തിലെങ്കിലും, ഒരു മകളുടെ കല്യാണത്തിലെങ്കിലും നമുക്കിങ്ങനെ തീരുമാനിക്കാം, നമ്മൾ ആർഭാടം വേണ്ടാന്ന് വെക്കാം, ആവശ്യമില്ലാത്ത ചെലവുകൾ വേണ്ടാന്ന് വെക്കാം, പണം ചെലവഴിക്കാതിരിക്കാം. എന്നിട്ട് അതിൽ നമ്മൾ ചെലവഴിക്കാൻ സാധ്യതയുള്ള പണം സ്വരൂപിച്ചിട്ട് നമുക്ക് വയനാട്ടുകാരെ സഹായിക്കാം. എന്റെ മകളുടെ വിവാഹത്തിന്റെ ആഘോഷത്തിമർപ്പിൽ ആവശ്യമില്ലാതെ അടിച്ചു പൊളിച്ചിട്ട് പടച്ചവന്റെ കോപം വലിച്ചു വെക്കുന്ന തരത്തിൽ ഞാൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന പണം തൽക്കാലം അങ്ങനത്തെ ആഭാസ കല്യാണം വേണ്ടാന്ന് വെച്ചിട്ട് ആ പണം എടുത്ത് നമുക്ക് വയനാട്ടിലെ സാധുക്കളെ സഹായിക്കാൻ തീരുമാനിച്ചു. സാധാരണ സഹോദരങ്ങൾ നിക്കാഹിന്റെ ഖുത്ബക്ക് വേണ്ടിയിട്ട് വിനീതനെ ക്ഷണിക്കാറുണ്ട്. അവിടെ പോയി അവിടുത്തെ ആട്ടും പാട്ടും അവിടുത്തെ അലങ്കാരങ്ങളും ആർഭാടങ്ങളും ഒക്കെ കാണുമ്പോൾ ചില സഹോദരങ്ങൾ വന്നിട്ട് പറയും, ഉസ്താദ് നന്നായിട്ട് പറയണേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നന്നായിട്ട് പറയണം. ഞാനൊന്നും പറയാറില്ല. എന്താ കാരണം? ഈ വൃത്തികേടുകളൊക്കെ പണം ചെലവാക്കിയിട്ട് ആഘോഷ തിമർപ്പോടുകൂടി സംവിധാനിച്ച് അതിന് അവസാനം ഔപചാരികമായ നിലയിൽ ഒരു കാർമ്മികത്വം വഹിക്കാൻ വേണ്ടിയിട്ട് എന്നെ അവിടെ കൊണ്ടിരുത്തി ഒരു 10-15 മിനിറ്റോ സമയം തന്ന് ആ 15 മിനിറ്റിൽ വെറുതെ ഞാനിങ്ങനെ നിങ്ങളെ ചീത്ത പറഞ്ഞിട്ട് സദസ്സിനെ കുറ്റപ്പെടുത്തിയിട്ട് ഈ ആർഭാടങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ സഹോദരൻ ഒറ്റയ്ക്ക് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞ് നമ്മൾ ആരെയും അറിയിക്കണ്ട, നമ്മളുടെ മകള് വിവാഹ ജീവിതത്തിലൂടെ സുഖലോകത്തേക്ക് പോകണമെന്ന് ആശിക്കുകയാണ്. നമ്മളുടെ മകൾക്ക് ഒരു മണിയറ പണിയുന്നതിലൂടെ അവളുടെ ജീവിതം സുന്ദരമാകണമെന്ന് നമ്മൾ ആശിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട വയനാട്ടിലെ സഹോദരങ്ങൾക്ക് നഷ്ടപ്പെട്ട ഇങ്ങനത്തെ കുറെ സ്വപ്നങ്ങളുണ്ട്. അവർക്കും അവരുടെ പ്രിയപ്പെട്ട മക്കൾക്ക് മണിയറ പണിയണമെന്ന് ആശയമുണ്ടായിരുന്നു. അവരുടെ പ്രിയപ്പെട്ട മക്കളെ സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് വളർത്തി വലുതാക്കി വലിയ ആളുകളാകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ആ മലയോരത്ത് ഉരുൾപൊട്ടലുകളെയും പേമാരിയെയും മറ്റുമൊക്കെ ഭയന്നുകൊണ്ട് പിന്നെയും അവർ പിടിച്ചു നിന്ന് തേയിലത്തോട്ടങ്ങളിൽ പണിയെടുത്തത് ഈ കുഞ്ഞുങ്ങളൊന്നും നന്നായി കാണാൻ വേണ്ടിയിട്ടാണ്. ഈ കാർഷിക രംഗത്ത് കഷ്ടപ്പെട്ടത്, തണുപ്പ് സഹിച്ചത്, മഴയെ സഹിച്ചത്, അവിടെ നിന്നും ഓടി ഇങ്ങ് നാട്ടിലേക്ക് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് വരാതിരുന്നത് അവരുടെ മക്കളുടെ ഭാവി നന്നാക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയായിരുന്നു. അതൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇത്രയും കല്യാണങ്ങളും മറ്റുമൊക്കെ നമ്മൾ ആർഭാടത്തോടെ നടത്തിയില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഒരു മകളുടെ വിവാഹം നമുക്ക് അങ്ങനെ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഓരോ മുസ്ലിമീങ്ങളും അങ്ങനെ തീരുമാനിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ സമുദായത്തിൽ എത്ര വലിയ വിപ്ലവം ഉണ്ടാകും. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോൾ ബക്കറ്റുമായി പള്ളികളിൽ നിസ്കരിക്കാൻ വരുന്ന ആളുകളുടെ മുമ്പിൽ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇറക്കുന്നതിനെക്കാട്ടി ഓരോ സമുദായ അംഗങ്ങളും തീരുമാനിക്കുക, ഞാൻ എൻ്റെ മകൾക്ക് ഒരു വിവാഹം കഴിച്ചു കൊടുക്കണം, നല്ല പുതിയാപ്പിളെ കണ്ടെത്തണം. ഒരു പക്ഷേ നല്ല പുതിയാപ്പിളെ കണ്ടെത്തി നല്ല വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് ഇന്ന് കാട്ടിക്കൂട്ടുന്ന ആവശ്യമില്ലാത്ത ചെലവുകളൊക്കെ മാറ്റിവെച്ചിട്ട് അതിനായി ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന പണം എടുത്തിട്ട് ഞാൻ ഫലസ്തീനുള്ള മുസ്ലിമീങ്ങൾക്ക് സഹായിക്കാം,
അല്ലെങ്കിൽ വയനാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് സഹായിക്കാം. ഇവിടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് സഹായിക്കാം. മരുന്ന് വാങ്ങാൻ നിവർത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടൊക്കെ പറയാറുണ്ട്, ആശുപത്രികളിൽ പോയി ഇടക്കിടക്ക് നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരമുള്ള സ്നേഹത്തെയും സഹകരണത്തെയും ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വചനങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ തങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു. അത് വലിയ തത്വമാണ് പ്രിയപ്പെട്ടവരെ. അത് പ്രാവർത്തികമാക്കിയാൽ മനുഷ്യ കുഞ്ഞുങ്ങൾ നന്നാകും. അത് പ്രാവർത്തികമാക്കാത്തത് കൊണ്ടാണ് മനുഷ്യർക്കിടയിൽ ആ പറയുന്ന മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ എന്ന് പറഞ്ഞു. പരസ്പരമുള്ള നമ്മളുടെ ബാധ്യതകളെ എണ്ണി പറഞ്ഞപ്പോൾ 6-7 കാര്യങ്ങൾ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 6-7 അതിലൊന്ന് സലാം പറഞ്ഞാൽ മടക്കണേ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആരാ, എന്താ, എവിടാ, നിന്റെ കുലത്തിനും ജാതിക്കും അനുസരിച്ചിട്ട് നീ പറയുന്ന ചിരിക്ക് മറുപടിയായി ചിരി തരാൻ പറ്റുമോ എന്ന് ആലോചിക്കാനൊന്നും ഒരു മനുഷ്യന് പാടില്ലെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നീ സലാം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, നീ എന്റെ കുലത്തിൽപ്പെട്ടതാണോ, ഗോത്രത്തിൽപ്പെട്ടതാണോ, സംഘടനയിൽപ്പെട്ടതാണോ, നിന്റെ സലാം മടക്കിയാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ആലോചിക്കുക. സല്ലിം അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്. അങ്ങനെയല്ല, രക്ഷയുടെ, സമാധാനത്തിന്റെ, ശാന്തിയുടെ ആ ശബ്ദവും അഭിവാദ്യവും എല്ലാരോടും പറയണം, എല്ലാരോടും ചിരിക്കണം. എല്ലാരോടും ചിരിക്കുന്നത് ഒരു പുണ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു വലിയ മഹത്വമായ കർമ്മമാണത്. സലാം പറയണമെന്നല്ല, സലാം പറഞ്ഞാൽ ഒന്ന് മടക്കി കൊടുക്കണം. അവനൊരു ആശ്വാസം ഉണ്ടാകട്ടെ, സമാധാനമുണ്ട്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ രോഗിയായാൽ ഒന്ന് സന്ദർശിക്കണം, ഇടക്കിടക്ക് ആശുപത്രി പോകണം. അവൻ മരിച്ചാൽ അവന്റെ മയ്യത്തിനെ പിന്തുടരണം. എന്താ കാരണം പ്രിയപ്പെട്ടവരെ? ഇന്ന് നീ രോഗിയായ നിലയിൽ കിടക്കയിലാണ്, ഞാൻ നിന്നെ കാണാൻ വരികയാണ്. അത് എന്റെ മേൽ ഒരു ബാധ്യതയാണ്, ഒരു ഉത്തരവാദിത്തമാണ്. ഞാൻ നിന്റെ അരികിൽ വന്നിരുന്നു കൊണ്ട് നിന്റെ തലയിലും നിന്റെ ശരീരത്തിലും ഒക്കെ കൈവച്ചുകൊണ്ട് നിന്നെ ആശ്വസിപ്പിക്കാനായി നിനക്ക് വേണ്ടി ദുആ ചെയ്യണം, നിന്നെ ആശ്വാസിപ്പിക്കുന്ന വാക്കുകൾ പറയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രഭാതത്തിൽ ഒരാൾ ഇപ്രകാരം രോഗിയായ തന്റെ സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോയാൽ 70,000 മലക്കുകൾ അവന്റെ ഒപ്പം കൂടുകയും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവന് വേണ്ടി പൊറുക്കലിനെ തേടുകയും ചെയ്യും. ഇനി രാത്രിയാണ് പോയതെങ്കിൽ രാത്രി മുതൽ പിറ്റേന്ന് രാവിലെ വരെ 70,000 മലക്കുകൾ ഇവന് വേണ്ടി പൊറുക്കലിനെ. ഈ ഹദീസ് പറഞ്ഞപ്പം കേട്ടിരുന്ന ആളുകൾ അത്ഭുതത്തോടെ ചോദിച്ചു, രോഗിയായി കിടക്കുന്ന മനുഷ്യനെ സന്ദർശിക്കാൻ പോകുന്ന ആളുകൾക്ക് ഇത്ര വലിയ കൂലിയാണെങ്കിൽ ആ രോഗം കൊണ്ട് പൊളയുന്ന, വിഷമിക്കുന്ന, വേദനിക്കുന്ന മനുഷ്യന്റെ പ്രതിഫലം എത്രയായിരിക്കും? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് രോഗികളുടെ അടുക്കൽ പോകണം. അവരുടെ രോഗാവസ്ഥ കാരണം ആശുപത്രിയിൽ പോകണം. ബ്ലഡ് ബാങ്കിന്റെ മുമ്പിൽ നിന്ന് വിറയ്ക്കുന്ന ആളുകളെ പോയി കാണണം. ഉറ്റവര് പടഞ്ഞു മരിക്കാൻ പോകുന്നു, ഒരു കുപ്പി ബ്ലഡ് കിട്ടിയിരുന്നെങ്കിൽ തരക്കേടില്ലായിരുന്നു. ബ്ലഡിന് പോയപ്പോൾ ഫോർമാലിറ്റി അനുസരിച്ചിട്ട് ബ്ലഡ് ഒന്നും കിട്ടൂല, അതിന് വലിയ പൈസ കൊടുക്കണം. മെഡിക്കൽ സ്റ്റോറുകളുടെ മുമ്പിൽ പോയി നിൽക്കണം. മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് ഇങ്ങനെ പേപ്പർ കാണിച്ചിട്ട് അവരെന്തോ ഒന്ന് പരിശോധിച്ച് തിരിച്ചു പറയുമ്പോൾ ഇവനത് വാങ്ങിയിട്ട് ഇങ്ങനെ വിറയ്ക്കുന്ന കാഴ്ച. അവൻ എന്റെ മതത്തിൽപ്പെട്ടവനൊന്നും അല്ല, പക്ഷേ അവൻ മനുഷ്യനാണ്. അവന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് പടഞ്ഞു മരിക്കാൻ പോകുമ്പോൾ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അല്പം മരുന്ന് വാങ്ങിക്കൊടുക്കാൻ മരുന്നിന്റെ വില ചോദിച്ചപ്പോൾ അതെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. ചിലപ്പോൾ ഞാൻ 1, 2, 3, 10 ദിവസം പണിയെടുത്താലും അതിന്റെ പണം കിട്ടൂല. എന്റെ വീട് പണയപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇത്രയും എത്തിച്ചത്. ഞാൻ എന്റെ കയ്യിലുള്ളതൊക്കെ പണയം വെച്ചിട്ടാണ് ഇത്രയും എത്തിച്ചത്. ഇനി എന്ത് ചെയ്യും? പടഞ്ഞു മരിക്കുന്നത് പ്രിയപ്പെട്ട മകളാണ്, മകനാണ്. ഒരു ഹിന്ദുവായ സഹോദരൻ ഡ്രൈവറായി എന്റെ ഒന്നിച്ചിട്ട് വരുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാക്കണം. എന്താ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ മടിച്ചു പറഞ്ഞു, എന്റെ ഭാര്യ ഹാർട്ട് പേഷ്യന്റ്. അവളെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ഫുള്ളും ബ്ലോക്കാണ്. അത് നന്നാക്കണമെങ്കിൽ വലിയ പൈസ ചെലവ് വരും. എന്താ വലിയ പൈസ എന്ന് പറഞ്ഞാൽ അത് ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ അവസാനം 1.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് ചെയ്തു തരാം. 1.5 ലക്ഷം ഞങ്ങൾക്കൊന്നും അത് ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവൾ അങ്ങനെ കുറച്ച് ദിവസം വേദനിച്ചു മരിക്കും, അല്ലാതെ എന്താ ചെയ്യാ? പ്രിയപ്പെട്ടവരെ, 1.5 ലക്ഷം ഉറുപ്പ്യ ഇല്ലാത്തതിന്റെ പേരിൽ തന്റെ പ്രിയതമ തന്റെ മടിയിൽ കിടന്ന് വേദനിച്ച് മരിക്കുന്ന ഒരു കാഴ്ച കണ്ടു നിൽക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. പക്ഷേ ഒരു മുസ്ലിം അത് കണ്ടെടുക്കാൻ കഴിയില്ല. അവള് എന്റെ ഭാര്യയല്ല, എന്റെ സഹോദരിയല്ല, എന്റെ മതക്കാരിയല്ല, പക്ഷേ അവൾ ഒരു മനുഷ്യ കുഞ്ഞാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അങ്ങനെ പഠിപ്പിച്ചു. നബിതങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ തങ്ങളെ ഉപദ്രവിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചപ്പുചവറുകൾ വാരിയിടുകയും ചെയ്ത അന്നും ഇന്നുമൊക്കെ റസൂലുള്ളാഹിന്റെയും അനുയായികളുടെയും ബദ്ധവൈരിയായ ജൂത വിഭാഗത്തിൽപ്പെട്ട ഒരു പെണ്ണ് രോഗിയായി. എന്നും കാണുന്ന പെണ്ണ് ഇന്ന് കാണാതെയായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, അവളെവിടെ പോയി? അവളെ എന്തിനാ തങ്ങൾ ചോദിക്കുന്നത്? ഇത്രയും കാലം നടന്നു വന്ന വഴികളിലൊക്കെ തങ്ങൾക്ക് ഉപദ്രവം മാത്രം വിതച്ചിരുന്ന ഉപദ്രവകാരിയായ ഒരു ജൂത പെണ്ണ് രോഗിയായപ്പോൾ അവളെ കുറിച്ച് എന്തിനാ ചോദിക്കുന്നത്?
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബാക്കളെ നിങ്ങൾ എന്റെ കൂട്ടത്തിൽ വരും. കുറച്ച് ആളുകളെയും കൂട്ടി രോഗിയായി കിടക്കുന്ന ആ ജൂത പെണ്ണിനെ നബി തങ്ങൾ സന്ദർശിക്കാൻ പോയി. പ്രിയപ്പെട്ടവർ, ആ നബിയുടെ അനുയായികളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഭൂമിയിൽ എവിടെ, അത് വയനാട്ടിലായിരുന്നാലും ഫലസ്തീനിലായിരുന്നാലും ഇന്ത്യയുടെ പുറത്തുള്ള ഇടങ്ങളിൽ എവിടെയായിരുന്നാലും ഒരു നിലയിലുള്ള വിഷമങ്ങൾ ഉണ്ടായി എന്ന് കേട്ടാൽ നമ്മുടെ ഉള്ളകം പുകയും, നമ്മുടെ ഉള്ളകം കടയ്ക്കും. നമുക്ക് അവരോട് ചിലപ്പോൾ നമ്മൾ വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഉള്ളവരായിരിക്കില്ല, നമുക്ക് വലിയ സഹായങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞോളൊന്നുമില്ല. ഖൗലുൻ മഅറൂഫുൻ ഔ വമഗ്ഫിറത്തുൻ ഖൈറു മിൻ സദഖ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി നൽകാൻ കഴിയുന്നത് വലിയ വലിയ സംഖ്യകളൊന്നും ആയിക്കോണമെന്നില്ല, അതൊന്നും കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചെന്ന് വരികയില്ല. എന്നാൽ നമുക്ക് അവർക്ക് വേണ്ടി നല്ല വർത്തമാനങ്ങൾ പറയാം, നല്ല വാക്കുകൾ പറയാം. സാധിക്കുമെങ്കിൽ അവരെ കണ്ട് ആശ്വസിപ്പിച്ച് ഇതൊക്കെ പടച്ചവന്റെ പരീക്ഷണമാണെന്ന് പറയും. ഇത് പരീക്ഷണമാണ്, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഒരിക്കലും അള്ളാഹു നമ്മളോട് ദേഷ്യമുള്ളത് കൊണ്ട് ഇങ്ങനൊന്നും ചെയ്യുന്നതല്ല. മക്കൾ നന്നാകണമെന്ന ആഗ്രഹത്തോടു കൂടി മാതാപിതാക്കൾ അവരെ എങ്ങാനും അടിക്കുകയോ ശകാരിക്കുകയോ ചെയ്യുന്നത് കണ്ട് ദൂരെ നിന്ന് ഒരാൾ പറയാ, ഈ വാപ്പാക്കെതിരെ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ വാപ്പാക്കെതിരെ കേസൊന്നും കൊടുക്കാൻ നടക്കണ്ട. വാപ്പ എന്താ ഇത്ര ക്രൂരനായി പോയതെന്ന് ചോദിച്ചാൽ വാപ്പ ക്രൂരനായതുകൊണ്ടല്ല, വാപ്പ കേസ് കൊടുക്കാൻ മാത്രം അർഹതയുള്ളവരായതുകൊണ്ടല്ല, വാപ്പാക്ക് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് നന്നാകണമെന്ന അത്യാഗ്രഹമുള്ളത് കൊണ്ടാണ് അവനെ നന്നാക്കിയത്. ചിലപ്പോൾ നന്നാകാൻ വേണ്ടി പറഞ്ഞിട്ട് ചെറിയ അടിയോ പിടിയോ ഒക്കെ കൊടുത്താലും അവനോടുള്ള മഹബത്ത് കൊണ്ടും സ്നേഹം കൊണ്ടുമാണ്. ഒരു മകന്, ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആയുർവേദ ആശുപത്രിയിൽ കടന്നപ്പോൾ ആയുർവേദത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി നടന്നു പോകുന്ന വഴിയിലാണ് കുട്ടികളുടെ ചികിത്സാ കേന്ദ്രം. എന്നും ഞാൻ കണ്ടു നിൽക്കുന്ന ഒരു വേദനയുടെ ഒരു ഓർമ്മയാണ്. അങ്ങോട്ട് കടന്നു പോകുമ്പോൾ കൊച്ചു കുറേ കുട്ടികൾ, ആ കുട്ടികളെ രാവിലെ കൊണ്ടുവന്ന് ഉമ്മയും വാപ്പയും അപ്പുറം ഇപ്പുറം നിന്ന് കൈയും കാലും ഒക്കെ പിടിച്ച് വൈദ്യരുടെ കയ്യിലേക്ക്, ഗുരുക്കന്മാരുടെ കയ്യിലേക്ക് കൊടുക്കും. അവര് ആ കൊച്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു കണ്ണിച്ചോരയില്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു കണ്ണിച്ചോരയില്ലാതെ മേശയുടെ മേലെ ഇങ്ങനെ ഇട്ടിട്ട് എണ്ണ തിളപ്പിച്ച് അവരുടെ ശരീരത്തിൽ ഇങ്ങനെ പുരട്ടും. തിളച്ച എണ്ണ പുരട്ടും, ശക്തിയുള്ള ചൂടുള്ള കിഴി ഇങ്ങനെ വെക്കും. ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വേദന കൊണ്ട് പൊളഞ്ഞ് കരയും. അപ്പുറം ഇപ്പുറം നിന്ന് ഉമ്മയും വാപ്പയും ചിരിപ്പിക്കാനും കളിപ്പിക്കാനും ശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, എന്നും ഇത് കാണുമ്പോൾ ഞാൻ വെറുതെ അവിടുത്തെ കുരുക്കന്മാരോട് ചോദിച്ചു, ഈ കണ്ണിച്ചോരയില്ലാത്ത ഉമ്മയും വാപ്പയും കണ്ണിച്ചോരയില്ലാത്ത കുറെ ഗുരുക്കന്മാരും എന്നല്ലേ കണ്ടു നിൽക്കുന്നവർക്ക് തോന്നുക? യഥാർത്ഥത്തിൽ ഈ തിളച്ച എണ്ണയിൽ ചികിത്സ നടത്തുന്നത് ഉമ്മക്കും വാപ്പാക്കും ആ കുഞ്ഞിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടൊന്നുമല്ല, ആ കുഞ്ഞിനോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സാധാരണ കൂലിപ്പണി എടുക്കുന്ന വാപ്പ ആ പണിയൊക്കെ മാറ്റി വെച്ചിട്ട് 1 മാസവും 2 മാസവും 3 മാസവും 4 മാസവും 8 മാസക്കാലമായി തന്റെ മകനെയും കൊണ്ട് ഉമ്മയും ബാപ്പയും അവിടെ കഴിയുക. അവർക്ക് ഉണ്ണാനില്ല, തിന്നാനില്ല, കുടിക്കാനില്ല. പക്ഷേ അവരവരുടെ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ സുഖത്തെ ആശിച്ചുകൊണ്ട് ആ ആയുർവേദത്തിന്റെ ദുർഗന്ധവും ദുഷിച്ച ആ സാഹചര്യവും ഒക്കെ സഹിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. മക്കൾക്ക് ഉമ്മമാർക്ക് ഉപ്പമാർക്ക് മക്കളുടെ സുഖമാണ്. ഒരു പക്ഷേ ഈ മക്കളെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ കാഴ്ചയിൽ സഹതാപം തോന്നിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചികിത്സകൾ നൽകിയാൽ ഒരിക്കലും നമ്മൾ ആ ഉമ്മയും അപ്പയും കുറ്റപ്പെടുത്തരുത്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളിൽ അവരിങ്ങനെ മനസ്സ് പതറിപ്പോകുന്ന സാഹചര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വലിയ സംഭാവനകളൊന്നും നൽകി അവരെ സഹായിക്കാൻ നമുക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ അവരുടെ അരികിൽ പോകണം, അവരെ ചേർത്ത് പിടിക്കണം, അവരോട് ആശ്വാസവാക്ക് പറയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലൊക്കെ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, ആശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. ഖുർആനിൽ അല്ലാഹു സൂചിപ്പിച്ചതുപോലെ ഇന്ന സലാത്തക സക്കറുല്ലോ, നിനക്ക് സാധിക്കുമെങ്കിൽ നീ സദഖ കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. നിന്റെ പ്രാർത്ഥന, നിന്റെ ദുആ അവർക്കൊരു വലിയ ആശ്വാസമായി മാറും. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിടയിൽ പരസ്പര സഹകരണം വർദ്ധിക്കണം, സ്നേഹം വർദ്ധിക്കണം, മുഹബ്ബത്ത് വർദ്ധിക്കണം, സഹായങ്ങൾ വർദ്ധിക്കണം. അത് നമ്മളുടെ ഇടയിൽ കുടുംബങ്ങളിൽ ഉണ്ടാകണം, അയൽവാസങ്ങളിൽ ഉണ്ടാകണം. മാത്രമല്ല ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മുക്കുമൂലയിൽ വേദനിക്കുന്ന വിഷമിക്കുന്ന മുഴുവൻ ആളുകളോടും നമുക്ക് സഹതാപം ഉണ്ടാകണം, സഹാനുഭൂതി ഉണ്ടാകണം, സ്നേഹ വായ്പകൾ ഉണ്ടാകണം. നമ്മളാൽ കഴിയുന്ന നിലയിൽ അവർക്കൊക്കെ നമ്മൾ സഹായം എത്തിക്കണം. ഏറ്റവും കുറഞ്ഞത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒറ്റയ്ക്കും കൂട്ടായുമുള്ള ദുആകളിൽ നമ്മൾ ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും പടച്ചവനോട് പറയണം. അള്ളാഹു സഹായിച്ചാലല്ലേ ആ സഹായം പൂർണ്ണമാവുകയുള്ളൂ. നമ്മുടെ ദുആയിൽ പറയുന്ന നമുക്ക് എന്താ ഒരു നഷ്ടമുള്ളത്? നമ്മുടെ ദുആകളിൽ ഒരിക്കലും നമ്മൾ അവരെ മറക്കാതിരിക്കണം. അള്ളാഹു തആല ഈ നിലയിൽ പരസ്പര സ്നേഹത്തോടെ, മുഹബ്ബത്തോടെ, സഹകരണ സഹായങ്ങളോടെ നല്ല മനുഷ്യരായി ജീവിക്കാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കെട്ടിടത്തിന്റെ ഇതര ഭാഗങ്ങൾ പരസ്പരം ശക്തിപ്പെടുന്നത്
പോലെ ശക്തിപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ഇടയിൽ അള്ളാഹു സ്നേഹവും മൊഹബത്തും ഊട്ടി ഉറപ്പിച്ച് തരുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു ഐശ്വര്യം തരുമാറാകട്ടെ. നമ്മുടെ വീടകങ്ങളിൽ അള്ളാഹു റാഹത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട നല്ല അടിയാറുകളോടൊപ്പം ദുനിയാവിലും ആഖിറത്തിലും സ്വീകരിക്കുമാറാകട്ടെ. അവസാനം നമ്മളെല്ലാവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد. وصلى الله على سيدنا محمد وعلى آله وأصحابه. أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله. فقد قال الله سبحانه وتعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله الكريم المعبود، وأشهد أن لا إله إلا الله الرحيم المحمود، وأشهد أن محمدا عبده ورسوله أشرف مولود. أيها الناس، اتقوا الله حق تقاته وبادروا إلى أداء مفترضاته، واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه: إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. وارض اللهم عن أشرف خلفائه الراشدين وأفضل أمرائه المرشدين، وهو الإمام الشفيق أمير المؤمنين أبو بكر الصديق وعمر وعثمان وعلي رضي الله تعالى عنهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات ويا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.